ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ ലിറിക് ലിസ്റ്റിൻ്റെ ഒരു സ്കാർഫോൾഡിങ് പോലെ ഒരു സ്കെൽട്ടൺ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ലിറിക്സ് എവിടെ നിന്നാണ് നമുക്കിവിടെ നിന്ന് കിട്ടുക എന്നുള്ളതാണ് നമ്മളിന്ന് ആലോചിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ മോക്കപ്പ് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മോക്കപ്പ് എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഡിസൈൻ. സോ ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോങ് ഡീറ്റെയിൽ കമ്പോണൻ്റ് കറൻ്റ്ലി കൊറി ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക്. എന്തിനാ? ഈ ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ ലിറിക് ലിസ്റ്റ് ഇതിൻ്റെ ചൈൽഡാണ് വരുന്നത്. എന്ന് വെച്ചാൽ സോങ് ഡീറ്റെയിൽ കമ്പോണൻ്റെ ചൈൽഡ് കമ്പോണൻ്റാണ് ലിറിക് ലിസ്റ്റ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം സോങ്ങിൻ്റെ ID ഇവിടെ നമുക്ക് സോങ് ഡീറ്റെയിൽ കമ്പോണൻ്റിൽ ID കിട്ടുന്നുണ്ട്. ആ ID എന്തുകൊണ്ട് ലിറിക് ലിസ്റ്റിൽ നമുക്ക് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തിട്ട് ആ ലിറിക് ലിസ്റ്റ് ഈ കമ്പോണൻറ്റിൽ നമുക്ക് കൊറി എഴുതാം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അതൊരു ഓപ്ഷനാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല ഓപ്ഷൻ അല്ലാന്ന് ഞാൻ പറയും. കാരണം അതിൽ നല്ല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സോങ് ഡീറ്റെയിൽ കൊറി ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഒരു കൊറി ചെയ്തിട്ട് പിന്നെ ഒരു കൊറി, അപ്പോൾ 2 നെറ്റ്വർക്ക് കോൾ വേണ്ടി വരും. സോ അല്ലാണ്ട് തന്നെ ഒറ്റ നെറ്റ്വർക്ക് കോളിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല വളരെ നല്ലത്. സോ നല്ല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സോങ് ഡീറ്റെയിൽ കൊറിയിൽ തന്നെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക കൊറി. അപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഫെച്ച് സോങ് നമുക്ക് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. സോങ് ഡീറ്റെയിൽ കമ്പോണിൽ എഴുതിയേക്കുന്ന കുറേ ഫെച്ച് സോങ് ആണ്. ഓക്കെ, സോ ഫെച്ച് സോങ് കുറേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാവും സോങ്ങിൻ്റെ ഐഡിയും ടൈറ്റിലും നമുക്കിപ്പോൾ കറൻ്റ്ലി കിട്ടുന്നുണ്ട്. ഓക്കെ, അത് മാത്രമേ നമ്മൾ കിട്ടുന്നുള്ളൂ എന്നും കൂടി മനസ്സിലായി. ഓക്കെ, ഇനി അതിൽ കൂടി നമുക്ക് ലിറിക്സിൻ്റെ കളക്ഷൻ കൂടിയും ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് ഡാറ്റ കിട്ടും. ഓക്കെ, അതാണ് GraphQLൻ്റെ ഒരു ഫീച്ചർ. ആക്ച്വലി പുതിയ ഡാറ്റ വേണമെങ്കിൽ പുതിയ ക്വറി നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല ഒട്ടും. പഴയ ക്വറിയിൽ തന്നെ പ്രോപ്പർട്ടീസിൽ ഒന്ന് ചെറിയൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടീസ് ഒന്ന് ആഡ് ചെയ്താൽ മതി. പഴയ ക്വറി തന്നെ എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി അപ്ഡേറ്റഡ് ഡാറ്റ കിട്ടും. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്, ഞാൻ മുമ്പത്തെ പോലെ ഗ്രാഫിക്കൽ ടൂളിലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ഗ്രാഫിക്കൽ ടൂൾ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ക്വറി ഒന്ന് കോപ്പി ചെയ്യണ്ടേ, കോപ്പി പേസ്റ്റ്. ഇവിടെ ഞാൻ ക്വറി വേരിയബിൾസ് അപ്ഡേറ്റ് ചെയ്യാണ്. കണ്ടൻറ്റ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ID എക്സ്പെക്റ്റ് ചെയ്യുന്ന, അപ്പോൾ ID പാസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ID പാസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ വെച്ചാൽ നമ്മൾ അവിടെ യൂസ് ചെയ്ത ക്വറി എന്താണെന്ന് വെച്ചാൽ അത് ഫെച്ച് സോങ് ക്വറി നമ്മൾ എന്താണ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഗ്രാഫിക്കൽ ടൂളിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി കണ്ടൻറ്റ് ഇവിടെ ക്വറിയിൽ ക്വറി വേരിയബിൾസിൽ ഉണ്ടായിരുന്നു നമുക്ക് കണ്ടൻറ്റും സോങ് ID ആയിരുന്നു, അതൊന്നും ആൾട്ടർ ചെയ്തു ക്വറി വേരിയബിൾസ്. സോ പിന്നെ സോങ് ID എന്തായാലും നിങ്ങൾ പാസ് ചെയ്യണം, കാരണം സോങ് ID ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സോങ് ID എന്തായാലും പാസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഡാറ്റ കിട്ടണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്താണ് എറർ? ഓക്കെ, കോമ അഡീഷണൽ വന്നിരുന്നു, അതായിരുന്നു എറർ വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ സോങ്ങിൻ്റെ ID ടൈറ്റിലും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി ലിറിക്സ് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. ചുമ്മാ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. നമുക്കിവിടെ സോങ്ങിൻ്റെ ID കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ID കിട്ടിയിട്ട് സോങ് ടൈപ്പാണ് ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളത്. സോ സോങ് ടൈപ്പിൽ ഇപ്പോൾ ID ടൈറ്റിലും വന്നിട്ടുണ്ട്. നമുക്കിനി ലിറിക്സും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ IDയുടെ താഴെ എന്ത് കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ലിറിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ലിറിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ ലിറിക് ടൈപ്പിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അത് IDയും കണ്ടൻറ്റും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, കറൻ്റ്ലി നമുക്ക് അത് മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ ID
ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ID കണ്ടൻറ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. സോങ്ങിൻ്റെ ID കിട്ടുന്നുണ്ട്, അതിൻ്റെ ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ലിറിക്സിൻ്റെ ഒരു അറേ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഐഡിയും കണ്ടൻറ്റും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഐഡിയും കണ്ടൻറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഫെച്ച് ക്വറിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഐഡിയും കണ്ടൻറ്റും വന്നിട്ടുണ്ട്. സോ ഇതേ ക്വറി ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി നമ്മുടെ കേസിൽ. അപ്പോൾ നമുക്ക് വർക്ക്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഫെച്ച് സോങ് ക്വറിയിൽ ഐഡിക്ക് ശേഷം ഇത് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ID ടൈറ്റിൽ ലിറിക്സിൻ്റെ ഉള്ളിൽ എന്ത് ടൈപ്പാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യുന്നു. ഐഡിയും വേണം എനിക്ക്, ലിറിക്സിൻ്റെ ഐഡിയും കണ്ടൻറ്റും വേണം എന്ന് പറഞ്ഞു. ഞാൻ സേവ് ചെയ്യാം. ഓക്കെ, ഇനി റിയാക്റ്റിൽ നമുക്ക് ലിസ്റ്റ് റെൻഡർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡാറ്റയായിട്ട് എടുത്തിട്ട് എന്താ പറയുക, റെൻഡർ ചെയ്യണം. അപ്പോൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഒരു കീ പ്രോപ്പർട്ടി നമ്മൾ ഉണ്ടാവുമല്ലോ റിയാക്റ്റിൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലിറിക്സിൻ്റെ ID എടുത്തത് തിരിച്ച്. നമുക്ക് കണ്ടൻറ്റ് മാത്രം മതി. ID എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ആ കീ പ്രോപ്പർട്ടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ID എടുത്തത് എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ പാസ് ചെയ്യണം ലിറിക് ലിസ്റ്റിലേക്ക്. എവിടെ നിന്ന്, സോങ് ഡീറ്റെയിൽ കമ്പോണൻറ്റിൽ നിന്ന്. ഇവിടെ നമുക്ക് ക്വറി ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ക്വറിയിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡാറ്റ കിട്ടുന്നുണ്ട്. ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റയിൽ നമുക്ക് ഡാറ്റ കിട്ടും. ഇപ്പോൾ സോങ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ കിട്ടുന്നുണ്ട്. സോങ് ഡോട്ട് ക്വറി എന്ന് പറഞ്ഞ് ലിറിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിറിക്സ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ലിറിക്സ് ലിസ്റ്റിൽ പാസ് ചെയ്യാണ്. ലിറിക്സ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്നത് സോങ് ഡോട്ട് ലിറിക്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ കൊറി ഒന്ന് ആൾട്ടർ ചെയ്തു. സിമ്പിളാണ്. നമ്മളിവിടെ കൊറി ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ലിറിക്സിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആഡ് ചെയ്തു. അതിൽ കറസ്പോണ്ടിങ് ഐഡിയും കണ്ടൻറ്റും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഈ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഡാറ്റ ഡോട്ട് സോങ് ഡോട്ട് ടൈറ്റിൽ സോങ് ഡോട്ട് ലിറിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സോങ് ഡിസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. സോങ് പ്രോപ്പർട്ടി എടുത്തു, എന്നിട്ട് സോങ് ഡോട്ട് ടൈറ്റിൽ നമ്മൾ കൊടുത്തു. അതേപോലെ സോങ് ഡോട്ട് ലിറിക്സ് എന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്തു ലിറിക്സിലേക്ക്. ഓക്കെ, സോ ഇത്രയും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലിറിക്സ് നമ്മൾ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് ലിറിക് ലിസ്റ്റിലേക്ക്. ഇനി അവിടെ റിസീവ് ചെയ്യണം. നമ്മൾ ലിറിക് ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ അതിന് മുമ്പ് ഞാനെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ റെൻഡർ ലിറിക്സിൽ. അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഹെൽപ്പർ മെത്തേഡ് പോലെ ഞാൻ എഴുതാണ് ലിറിക്സിൻ്റെ ആ ലിസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലെൻഡർ ലിറിക്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു ഫംഗ്ഷൻ. എന്നിട്ട് റിട്ടേൺ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട്, ആ പേര് കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ എറർ അടിക്കും. അപ്പം ഞാൻ സോങ് ഡീറ്റെയിലിൽ നിന്ന് കോപ്പി ചെയ്യണം. ലിറിക് ഡോട്ട് മാപ്പ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഡീസ്ട്രക്ചർ ചെയ്യാണ് മാപ്പിൽ. എനിക്ക് ആവശ്യമുള്ളത് ഐഡിയും കണ്ടൻറ്റുമാണ്. ഐഡിയും കണ്ടൻറ്റുമാണ്. എന്നിട്ട് റിട്ടേൺ ഞാൻ മെൻഷൻ ചെയ്യുന്നു. റിട്ടേണിൻ്റെ ഉള്ളിൽ LI ഉണ്ടാവും. കാരണം ലിസ്റ്റാണല്ലോ നമ്മൾ കാണിക്കുന്നത്. LI എന്തൊക്കെയോ എറർ വന്നിട്ടുണ്ടല്ലോ. സോറി, സിൻടാക്സ് എറർ മേളായിരുന്നു. എന്നിട്ട് LIയിൽ ഞാൻ കീ പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. കീ ID എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മൾ എന്നിട്ടൊരു ക്ലാസ് നെയിമും കൂടി കൊടുക്കണം. ഞാൻ ക്ലാസ് നെയിം നമ്മൾ മെറ്റീരിയൽ യുടെ CSS ഓൾറെഡി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊജക്റ്റിൽ. സോ അതിൻ്റെ ക്ലാസ് തന്നെയാണ് കൊടുക്കുന്നത്. കളക്ഷൻ ഐറ്റം എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വാല്യൂ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു.
സോ കറസ്പോണ്ടിങ് വരികൾ ആണ് കണ്ടൻറ്റുള്ളിൽ വരുന്ന ആ വരികൾക്ക് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാണ്. എന്നിട്ട് എല്ലാം ഞാൻ ക്ലോസ് ചെയ്തു. ഇനി UI ഞാൻ ഒരു ക്ലാസ് നെയിം കൂടി ആഡ് ചെയ്യാണ്. ക്ലാസ് നെയിം കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് മാത്രം കൊടുക്കണം. ഓക്കെ, ഞാൻ ഈ മെത്തേഡ് ഞാനിവിടെ റെൻഡറിൽ കോൾ ചെയ്തിട്ടില്ല ഇപ്പോൾ കറൻ്റ്ലി. ഞാൻ സേവ് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അത്രയും ഒന്ന് റീലോഡ് ചെയ്യാം. ഒരു ചെറിയ CSS ചേഞ്ചസ് ഉണ്ടോ? നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ഷൻ വന്നിട്ടൊക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റൈൽ വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷേ അത്ര പോരാ. നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യണം. ആക്ച്വലി സ്റ്റൈലിങ്ങിൽ നമ്മൾ ഇനി നമുക്ക് നോക്കണം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ലിസ്റ്റ് കാണിക്കണം, വരികളുടെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്, കളക്ഷൻ നെയിം ഐറ്റം എന്ന് പറഞ്ഞിട്ട്. ഈ ക്ലാസ്സുകളൊക്കെ മെറ്റീരിയലൈസ് CSSൻ്റെ ക്ലാസ്സസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രൊജക്റ്റിലോ ഇൻക്ലൂഡഡ് ആണ് അതൊക്കെ. ഇനി നമ്മൾ സ്റ്റൈലിംഗ് കറക്റ്റല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് നമുക്ക് കാണുന്നില്ല, ഒന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും സ്റ്റൈലിംഗ് ഒക്കെ. പക്ഷെ നമ്മൾ സ്റ്റൈലിംഗ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ പ്രയോറിറ്റി വന്നിട്ട് ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇപ്പോൾ ഈ മെത്തേഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ റെൻഡറിൽ കോൾ ചെയ്യണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. സോ ഇന്നത്തെ സമ്മറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്തേക്കുന്നത് ലിറിക്സ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറിക്സിൽ പുതിയ ക്വറി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ടുള്ളത് നിലവിലുള്ള ഫെച്ച് സോങ് ക്വറി, ഇവിടെയുള്ള ഫെച്ച് സോങ് ക്വറിയിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒന്ന് ലിറിക്സ് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തു ക്വറിയെ. ഓക്കെ, ചെറിയൊരു എന്താ പറയുക ഒരു വ്യത്യാസം വരുത്തി ക്വറി, അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സോങ് ഡീറ്റെയിലിൽ song.lyrics എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. സോ ലിറിക്സ് പിന്നെ നമ്മുടെ അവിടെ സോങ് ഡീറ്റെയിൽ. സോ song.lyrics എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പ്രോപ്പർട്ടി വരുന്ന ഡാറ്റ നമ്മൾ പ്രോപ്സ് ആയിട്ട് എന്തെങ്കിലും ലിറിക്സ് ലിസ്റ്റിലേക്ക് പാസ് ചെയ്യുന്നു. ലിറിക്സ് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വരുന്ന പ്രോപ്പർട്ടി മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക LI ആയിട്ട് മൾട്ടിപ്പിൾ റെൻഡർ ചെയ്യാനുള്ള പ്ലാനാണ് ഇരിക്കുന്നത്. സോ റിയാക്റ്റിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു ലിസ്റ്റൊക്കെ റെൻഡർ ചെയ്യുന്ന ടൈമിൽ കീ പ്രോപ്പർട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഐഡിയും കൂടി ഫെച്ച് ചെയ്തത്. ഈ ഐഡിയും കൂടി ഫെച്ച് ചെയ്തത് ലിറിക്സിൻ്റെ കറസ്പോണ്ടിങ് ID നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐഡിയും കൂടി എടുത്തത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക, ഞാൻ എന്തായാലും ഫിക്സ് ചെയ്ത് തരാം. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ലിറിക്സ് ലിസ്റ്റിൽ നമ്മളിപ്പോൾ ഈ റെൻഡർ ലിറിക്സ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.